വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അപ്പോ ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണല്ലോ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഒരു ക്രിസ്മസ് കേക്ക് അഥവാ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആൽക്കഹോളിക് ഒന്നും ഇല്ലാതെ ഓറഞ്ച് ജ്യൂസിൽ നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. ഈസി റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കണമല്ലോ. ആ ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിഞ്ഞെടുത്താൽ മതി, അതിൻ്റെ കുരു ഒന്നും പെടാതെ പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഈ ഓറഞ്ച് പിഴിയണ മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിമൊന്ന് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി, ആ ഒരു തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് ആ വൈറ്റ് പോർഷൻ പെടാതെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരരുത്. അപ്പോൾ അതും കൂടി മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനാവശ്യമുള്ള ഓറഞ്ച് ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓറഞ്ച് ജ്യൂസിലല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് സെയിം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് മുന്തിരി ജ്യൂസ് വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എല്ലാം 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ, ഇതിലേക്ക് എത്രത്തോളം വേണോ അത്രയും ഡ്രൈ ഫ്രൂട്ട്സുകൾ, അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറി, അതുപോലെ ഈത്തപ്പഴം, റൈസിൻസ് ഞാൻ ലൈറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡാർക്കാണ് ശരിക്കും കൂടുതൽ ടേസ്റ്റ്. പക്ഷെ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പം ലൈറ്റ് കളറാണ് എടുത്തത്. അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടി, ഇതൊക്കെയാണ് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ഇതിലിങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കല്ല ചെയ്യുന്നത്, ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരണില്ല. നിങ്ങളിനിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ അടച്ച് വെക്കുക. എന്നിട്ട് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ വെക്കാനായിട്ട് പറ്റും. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പുളിപ്പ് വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് വെക്കേണ്ടി വരും. എന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ 2-3 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാനില്ല, ക്ഷമയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഓറഞ്ച് ജ്യൂസ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരും. ഇപ്പോൾ തന്നെ കണ്ടോ, നമ്മൾ ചെറിയുടെ കളറൊക്കെ അതിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചിട്ടും ഒരു 2 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കട്ടെ. അപ്പോൾ ഞാനിപ്പം ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 മണിക്കൂറൊക്കെ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെയൊക്കെ ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് പിന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ തിളപ്പിച്ചിട്ട് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ദാ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ 1 മണിക്കൂറാണ് കേട്ടോ അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അങ്ങനെ നമ്മൾ
ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് ഷുഗർ സിറപ്പ് കാരമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോർമൽ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ, അതുവരെ നമ്മൾ കയ്യിലൊന്നിട്ട് ഇളക്കണ്ട, ഒന്ന് ചൂടായി വന്നാൽ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിഞ്ഞാൽ ഇതുപോലെ മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് മെൽറ്റായി വരുന്ന ടൈമിൽ നമ്മൾ 1 കപ്പ് ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളം വേണ്ട, അത്യാവശ്യം ചൂടുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മെൽറ്റ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മളിത് 1/2 കപ്പാക്കിയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ഇത് 1/2 കപ്പാക്കിയിട്ട് ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ച് വെക്കട്ടെ. 3 പ്രാവശ്യം അരിക്കണം എന്നൊന്നുമില്ല, ഒരൊറ്റ പ്രാവശ്യം തന്നെ അരിച്ചിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് അരിച്ച് വെക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പം അതിന് ഫുള്ളായിട്ട് വറ്റി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് അരിപ്പയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്തിട്ട് ആ ഫ്രൂട്ട്സ് ഒന്നും ഉടയ്ക്കരുത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ജ്യൂസും ഫ്രൂട്ടും വേറെ ആക്കി വെക്കാം. ആ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കളയരുത്, നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ ലാസ്റ്റിൽ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിലേക്ക് ഈ ഒരു ഫ്രൂട്ട് മിക്സ് ചെയ്യുന്ന സമയം ഒന്നാകെ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈദ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ളതിൽ നിന്നല്ല കേട്ടോ. നമ്മൾ വേറെ മൈദ എടുത്തിട്ട് വേണം ചേർക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള അളവിൽ നിന്നല്ല, വേറെ 1.5 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണൊക്കെ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ ബ്രൗൺ ഷുഗറാണ് കേട്ടോ, ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനൊരു 22 രൂപയാണ് കേട്ടോ, ഒരു 250 ഗ്രാമിന് വരുന്നത്. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3 ഏലക്കായ, അതുപോലെ തന്നെ ഒരു പീസ് പട്ട, പിന്നെ ഒരു 2 ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 മുട്ടയുടെ മഞ്ഞയും അതുപോലെ തന്നെ വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കാം. അപ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് വേണം ഹൈ സ്പീഡിലേക്ക് വരാനായിട്ട്. അങ്ങനെ നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുണ്ടല്ലോ, ഇത് കമഴ്ത്തിയാൽ പോലും ഇത് താഴെ പോയില്ല, ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതിവിടെ നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇത് ബീറ്റായി വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നോർമൽ ഷുഗറും 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് കളറും കിട്ടും. ഇതിപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇതിലും ഡാർക്ക് നമ്മൾക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷുഗർ ചേർക്കുമ്പോൾ തന്നെ പ്ലം കേക്കിൻ്റെ ടേസ്റ്റും വേറെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഷുഗർ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് വാങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ നോർമൽ ഷുഗർ ആണെങ്കിലും ആ ഒരു ഷുഗർ പൊടിക്കാതെ പൊടിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ഷുഗർ സിറപ്പ് ഒക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 1/2 കപ്പ് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ഇതിലേക്ക് 1/4 കപ്പ് ബട്ടറും അതുപോലെ തന്നെ 1/4 കപ്പ് ഓയിലും ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി എടുക്കണം. എന്താണെന്ന് കരുതിയാൽ ഓയിൽ മാത്രം എടുക്കുന്ന ടൈമിൽ നമ്മളെ കേക്ക് ഒരുപാട് സോഫ്റ്റ് ആയി പോകും. നമ്മൾ നോർമലി ഓയിൽ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ സ്പോഞ്ച് കേക്കിലാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു വെയിറ്റും അതുപോലെ തന്നെ പ്ലം കേക്ക് അറിയാമല്ലോ, കുറച്ചൊരു അത്രയ്ക്ക് വേണ്ടി സോഫ്റ്റ് അല്ല, നമുക്കിങ്ങനെ ഒരു കട്ടിക്കല്ലേ കിട്ടാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും 1/4 കപ്പ് ബട്ടറും അതുപോലെ തന്നെ 1/4 കപ്പ് ഓയിലും കൂടി എടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഓയിൽ മാത്രമായിട്ടും ചെയ്യാം. അപ്പോൾ ചെയ്ത് നോക്കൂ, അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ
ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ആ ഒരു തൊലി മാറ്റി വെച്ചതുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പകുതി ഫ്ലോറും അതുപോലെ തന്നെ പകുതി നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ആക്കുന്ന ടൈമിൽ ഞാൻ നട്ട്സ് അതിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് പറയാൻ വിട്ടു പോയിട്ടുണ്ട്. നട്ട്സ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നട്ട്സ് നമുക്ക് കടിക്കാനായിട്ട് കിട്ടണമല്ലോ, അപ്പോൾ അത് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ അളവെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ മൈദ എടുത്താൽ 1.5 കപ്പോ അല്ലെങ്കിൽ 2 കപ്പൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആവശ്യമുള്ളവർക്ക് ഒരുപാട് എടുക്കാം. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് ഫ്രൂട്ട്സിൻ്റെ അളവില്ല കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ കേക്കിനേക്കാളും ഇത് മിക്സ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഇതെല്ലാം കൂടെ വരുന്ന ടൈമിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ നിങ്ങൾ ലൂസാക്കാൻ വേണ്ടി പിന്നെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ വരൽ. നമുക്ക് മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ പതുക്കെ തന്നെ എല്ലാം യോജിപ്പിച്ച് എടുത്തു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ്, അപ്പോൾ കണ്ടോ നട്ട്സ് ഞാൻ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് ബദാമും വാൾനട്ട് ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ മാറ്റിയിട്ട് വെച്ചിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയുടെ ആ വെള്ള ഉണ്ടല്ലോ അതും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ചുമ്മാ പറയല്ല, കാരണം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ കഴിക്കാനായിട്ട്. പക്ഷേ ഈ ഒരു കേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പം സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലും കാര്യമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്ലം കേക്കിൻ്റെ പാന് വരുന്നുണ്ട്. ഈ ഒരു പാനിൽ ഡയറക്റ്റ് നമുക്ക് ഒഴിച്ചിട്ട് ഓവനിൽ നമുക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓവനിൽ മാത്രമല്ല ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ ബേക്ക് ചെയ്യുന്നത് അതുപോലെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ പ്ലം കേക്ക് കുറച്ച് ഹൈറ്റിൽ ആയിരുന്നല്ലോ കിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഞാൻ നമ്മൾ ഡെക്കറേഷനൊക്കെ വെക്കൂലേ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഓവൺ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രി തന്നെയാണ്. അതുപോലെ തന്നെ ടൈമും വ്യത്യാസമുണ്ട്. 50 മിനിറ്റാണ് ഞാനിതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റൗ ടോപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. കാരണം നമ്മൾ നോർമൽ ബാറ്റർ പോലെയല്ല ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ വരുന്നത്. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ എനിക്കിത് ബേക്ക് ചെയ്യാനായിട്ട് 50 മിനിറ്റാണ് എടുത്തത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ഹീറ്റൊക്കെ അനുസരിച്ചിട്ടിരിക്കും ടൈം എന്ന് പറയുന്നത്. എന്തായാലും ഇതൊരു 3/4 മണിക്കൂർ തീർച്ചയായിട്ടും എടുക്കും, ഇല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ. അതുപോലെ ഞാൻ ടോപ്പിലും താഴെയായിട്ടും ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു 50 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് ചൂടോടെ തന്നെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്കതൊന്ന് എടുത്തിട്ട് ഒന്നും മുകളിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് വിണ്ടിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ പാനിലാണോ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു വിള്ളൽ വന്നിട്ടുള്ളത്. നമ്മൾ 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഞാൻ ആ ഹൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ 7 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ 2 മുകൾ ഭാഗം താഴ്ഭാഗം ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു മുകൾ ഭാഗം ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് 10 മിനിറ്റ് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഹീറ്റ് കൊടുത്താൽ മതി. നോർമൽ ഫസ്റ്റ് തന്നെ കൊടുക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വിള്ളൽ ഒഴിവാക്കി കിട്ടും. വിള്ളലാണെങ്കിലും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞല്ലോ ഓറഞ്ച് ജ്യൂസ് നമ്മൾ കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ക്ഷമ വേണം. ഇത് നമ്മൾക്ക് ഇപ്പോൾ തന്നെ കട്ട് ചെയ്താൽ ഇതിൻ്റെ ഒരു ടേസ്റ്റും മനസ്സിലാവില്ല. കാരണം ആ മധുരം ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ചൂടോടെ കട്ട് ചെയ്യാനും നിൽക്കരുത്. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഇങ്ങനെ പൊടിഞ്ഞ പോലെ ആവും. അപ്പോൾ ഇത് ഒരു ദിവസം വെച്ചിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ക്ഷമ വേണം. അപ്പം ഞാനിപ്പോൾ ആ ഓറഞ്ച് ജ്യൂസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് സോക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതൊന്ന് ഡ്രൈ ആയിരുന്ന ടൈമിൽ വീണ്ടും എടുത്തിട്ട് വീണ്ടും ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ചെയ്ത് വരുന്ന ടൈമിൽ പിറ്റത്തെ ദിവസം ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ആ സിറപ്പൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പം നമുക്കിതൊന്ന് എടുത്തു വെക്കാം. എന്നിട്ട് പിറ്റത്തെ ദിവസമാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യണത്. കണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് അങ്ങനെ ഓറഞ്ച് ജ്യൂസൊക്കെ ഞാൻ നന്നായിട്ട് ഫുള്ളായിട്ട് തന്നെ സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല അപ്പാര സ്മെല്ലായിരുന്നു കേട്ടോ ഇതിന്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഷോപ്പിലത്തേനേക്കാളും ടേസ്റ്റാണ് ഇതെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഷോപ്പിൽ നിന്ന് നോർമലി എനിക്ക് ഈ ഒരു പ്ലം കേക്ക് കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പ്ലം കേക്കിനെ നോർമലി എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ നമ്മളിത് വീട്ടിലുണ്ടാക്കിയിട്ട് ഈ ഒരു ഓറഞ്ച് ജ്യൂസിലൊക്കെ സോക്ക് ചെയ്ത് എടുത്ത ടൈമിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊട്ടും ഫ്ലോപ്പ് ആവില്ല ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് നോക്കാം. കണ്ടല്ലോ മാഷാഅല്ലാഹ്, നമ്മൾ ആ ഒരു ഇട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ എല്ലാ ഭാഗത്തുമായിട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ കണ്ടോ, നമ്മളെ കേക്കൊന്നും പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ദിവസം വെച്ചത് കാരണമാണ് നമുക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ പൊടിഞ്ഞു പോവാതെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റത്തെ ദിവസം വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഇനി നമ്മൾക്ക് ഇത് പാക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ കവേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു കവറിൽ നമുക്ക് പാക്ക് ചെയ്തിട്ട് നല്ല ഗിഫ്റ്റൊക്കെ പോലെ കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ സെയിൽ ചെയ്യുന്നവർക്കും ഈ ഒരു കവറിൽ വേണമെങ്കിൽ സെയിൽ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.